കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഈ വർധനവ് പ്രാബല്യത്തിലാവുക? നിലവിൽ PSC ചെയർമാന് ശമ്പളം, അടിസ്ഥാന ശമ്പളം 76,450 രൂപയാണ്. മറ്റാനുകൂല്യങ്ങളും ബത്തകളും അലവൻസും എല്ലാം ചേർത്ത് ഒരു മാസം ശരാശരി 2,26,000 രൂപയാണ് PSC ചെയർമാന് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2,26,000 രൂപ അലവൻസും ആനുകൂല്യങ്ങളും ചേർത്ത്. PSC അംഗത്തിൻ്റെ മാസശമ്പളം എന്ന് പറയുന്നത് അടിസ്ഥാന ശമ്പളം 70,290 രൂപയാണെങ്കിലും അലവൻസും ആനുകൂല്യങ്ങളും ചേർത്താൽ അത് 2,19,000 വരും. 2,26,000 എന്ന ചെയർമാൻ്റെയും 2,19,000 എന്ന PSC അംഗങ്ങളുടെയും പ്രതിമാസ ശമ്പളം അലവൻസും ചേർത്തുള്ള ശമ്പളം എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? നിലവിലത് ജില്ലാ ജഡ്ജിമാർക്ക് സമാനമായ രീതിയിലേക്കാണ് വർദ്ധിക്കുക. അങ്ങനെ വന്നാൽ ശരാശരി അലവൻസുകളും ആനുകൂല്യങ്ങളും ചേർത്ത് 2,26,000 എന്നുള്ളത് ചെയർമാന് 3,75,000 മുതൽ 4 ലക്ഷം രൂപ വരെ പ്രതിമാസം വരും. അതേസമയം PSC അംഗങ്ങൾക്കത് 3.5 ലക്ഷം മുതൽ 3.25 ലക്ഷം വരെ വരും എന്ന് സാരം. ഇത്ര ഭീമമായ വർധനവാണ് PSC അംഗങ്ങൾക്ക് ലഭിക്കുന്നത്. നിലവിൽ ഒരു ചെയർമാനും 19 അംഗങ്ങളുമാണ് PSC ബോർഡിൽ ഉള്ളത്. എന്നാൽ അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിലവിൽ 6,647 പേരടങ്ങിയ CPO ലിസ്റ്റ് ഇതുവരെയും നിയമനം നടത്താതെ, അതായത് 30% മാത്രം നിയമനം നടത്തി നിൽക്കുകയാണ്. നിയമനം 1,836 മാത്രമാണ്. കാലാവധി തീരാൻ ഇനി 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. 6,647 പേരുടെ ലിസ്റ്റിൽ നിന്ന് 1,836, 2,000 പേരെ പോലും നിയമിച്ചിട്ടില്ല എന്നത് ഓർമ്മിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാർക്ക് പ്രതിമാസം ലഭിക്കുന്നത് 7,000 രൂപയാണ്. ഈ സാഹചര്യത്തിലാണ് 2,26,000 നിന്ന് PSC ചെയർമാൻ്റെ ശമ്പളം 3,75,000 ആക്കി ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ദിവസം ശരാശരി 230 രൂപയോളം മാത്രമാണ് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത് എന്നർത്ഥം. ഫോൺ അലവൻസ് 200 രൂപ കിട്ടും. ശമ്പള കുടിശ്ശിക ഇപ്പോൾ തന്നെ 3 മാസമുണ്ട്. ആ ശമ്പള കുടിശ്ശിക ഇപ്പോൾ നൽകാം എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ദിവസവേതനം 600 രൂപയുള്ള മറ്റൊരു വിഭാഗം ആളുകളാണ് നമ്മുടെ സ്കൂൾ പാചക തൊഴിലാളികൾ. ഇവിടെയാണ് PSC അംഗത്തിന് 2,19,000 നിന്ന് 3,80,000 വർധനവിന് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. ആ കുടിശ്ശിക 3 മാസം കൊടുത്തു തീർക്കാനുണ്ട് സ്കൂൾ പാചക തൊഴിലാളികൾക്ക് എന്നുള്ളതാണ് വസ്തുത.